ഹായ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രയോഗങ്ങൾ പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. പ്രസൻറ്റ് പെർഫെക്റ്റുകളിൽ നിങ്ങൾക്കറിയാം ഹാവ്, ഹാസ് എന്നീ ഓക്സിലറി വെർബുകൾ വെർബിന് മുമ്പിൽ വരികയും വെർബുകൾ V3 ആണ് ഉപയോഗിക്കുക. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അതായത് റൈറ്റ് ആണ് എടുക്കുന്നത്, അതിൻ്റെ റിട്ടേൺ ആണ് ഉപയോഗിക്കുക. ഗോ ആണെങ്കിൽ ഗോണാണ് ഉപയോഗിക്കുക. ടേക്ക് ആണെങ്കിൽ ടേക്ക്, ടുക്ക്, ടേക്കൺ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകളിൽ ഹാസ്, ഹാവ് ഇവയ്ക്ക് പകരം ഹാവ് പ്ലസ് ഡിഡായ ഹാഡ് ഉപയോഗിക്കും. അതായത് ഹാവിൻ്റെ കൂടെ ഹാവ് എന്ന് പറയുന്നത് ഹാവിൻ്റെ V1 ആണ്. അതിൻ്റെ കൂടെ ഡിഡ് ചേരുമ്പോൾ അത് ഹാഡിലേക്ക് മാറും. അപ്പോൾ ഉണ്ട് എന്നുള്ളത് ഉണ്ടായിരുന്നു വരും, ഹാഡ്. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ റൈറ്റിംഗ് ഫോർമേഷൻ. ഐ ഹാഡ് റിട്ടൺ എ സ്റ്റോറി. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് സ്റ്റഡീഡ്. അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് വിസിറ്റഡ്. ഞാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് റിട്ടൺ. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് പ്ലേഡ്. അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. വി ഹാഡ് സ്റ്റഡീഡ്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഈറ്റൺ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ തിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ റൈറ്റിംഗ് ഫോർമേഷൻ. ശ്രദ്ധിക്കുക, സബ്ജക്റ്റിന് ശേഷം ഹാഡ് എന്ന ഓക്സിലറി വെർബ് വരികയും അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബായ റിട്ടൺ. നിങ്ങൾ റിട്ടൺ അല്ലെങ്കിൽ ടേക്കൺ അതുപോലെ തന്നെ ഗോൺ ഇവയുടെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ടേക്കൺ എന്ന് പറയുന്ന ഒരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ഈ നോൺ ഫൈനൈറ്റ് വെർബിനെ തനിച്ചെടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു കാലത്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ആ റൈറ്റിംഗ് എന്ന് പറഞ്ഞ വെർബ് അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ റൈറ്റിംഗ്, ഗോയിങ്, ടേക്കിങ്, സ്പീക്കിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന വെർബുകളും തനിച്ചെടുത്താൽ പൂർണ്ണമായിട്ടുള്ള ഒരു കാലത്തെ നമുക്ക് വായിക്കുന്നവർക്ക് തരാൻ പറ്റാത്ത വെർബുകളായതുകൊണ്ടാണ് ഇതിനെ നോൺ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ V1 ക്രിയകൾ നോൺ ഫൈനൈറ്റ് ആണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുക എന്നതാണ്. അതിൻ്റെ പേര് ഡസ് ടു ചേരുമ്പോൾ അത് ഹാവ്, ഹാസ് ആവുന്നത്. അപ്പോൾ എഴുതുക എന്നാണ് റൈറ്റിൻ്റെ അർത്ഥം V1ൻ്റെ. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. അത് എടുക്കുമെന്നോ അല്ലെങ്കിൽ എടുത്തു എന്നോ അല്ലെങ്കിൽ എടുക്കാറുണ്ട് എന്ന് വരുമ്പോൾ അത് ഫൈനൈറ്റ് ആവുന്നത്. അതായത് ഏതെങ്കിലും ഒരു കാലത്തെ കാണിക്കാൻ വെർബുകൾ പ്രാപ്തമാകുമ്പോൾ അതിനെ ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ING ഫോമുകൾ നോൺ ഫൈനൈറ്റ് ആണ്. V1 ക്രിയകൾ നോൺ ഫൈനൈറ്റ് ആണ്. തനിച്ച് നമ്മൾ ക്രിയയിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഓക്സിലറി വെർബ് സപ്പോർട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബുകളായ ഈ റിട്ടൺ, അതുപോലെ ടേക്കൺ, ഗോൺ, സ്പോക്കൺ എന്ന് പറഞ്ഞിരിക്കുന്ന വെർബുകൾ നോൺ ഫൈനൈറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ റിട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്ന വെർബിനെ നിങ്ങൾ തനിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇങ്ങനെയാണ് വരിക, എഴുതിയിട്ട് എന്ന് വരിക. റിട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്ന വെർബിൻ്റെ അർത്ഥം എഴുതിയിട്ട്. ഗോൺ എന്ന് പറഞ്ഞിരിക്കുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ അർത്ഥം പോയിട്ട് എന്നാണ് വരിക. അതുപോലെ തന്നെ സ്റ്റഡീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ അർത്ഥം പഠിച്ചിട്ട് എന്ന് വരിക. വിസിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന V3 ആണ് എടുക്കുന്നതെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അർത്ഥം സന്ദർശിച്ചിട്ട് എന്ന് വരിക. ഈ പറഞ്ഞിരിക്കുന്ന പോയിട്ട്, വന്നിട്ട്, സന്ദർശിച്ചിട്ട്, എടുത്തിട്ട്, വന്നിട്ട്, കണ്ടിട്ട് എന്നീ നോൺ ഫൈനൈറ്റ് വെർബിൻ്റെ കൂടെ ഹാഡ് ചേരുമ്പോൾ ഹാഡിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം എന്താണ്, ഉണ്ടായിരുന്നു. അപ്പോൾ നോയിക്കോ അതിൻ്റെ റൈറ്റിംഗ് ഫോർമേഷൻ. സബ്ജക്റ്റിന് ശേഷം ഇപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. ഐ ഹാഡ് റിട്ടൺ സ്റ്റോറി. അപ്പോൾ റിട്ടേണിൻ്റെ അർത്ഥം എഴുതിയിട്ട്, ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു, എഴുതിയിട്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് റിട്ടൺ എ സ്റ്റോറി. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് വിസിറ്റഡ് താജ്മഹൽ. ഞാൻ താജ്മഹൽ സന്ദർശിച്ചിട്ട് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് സ്റ്റഡീഡ് ഹെർ ലെസൺസ്. അവൾ അവളുടെ പാഠങ്ങൾ പഠിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, സഹായിച്ചിട്ടുണ്ടായിരുന്നു, യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, പോയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും ഹാസ്, ഹാവ് ഈ രൂപങ്ങൾ ഏതുകൊണ്ടാണ്. ഇവിടെ ഹാഡാണ് പാസ്റ്റ് ആയതുകൊണ്ട് ഹാവിൻ്റെ ഡിഡ്, ഹാവ് പ്ലസ് ഡിഡായ ഹാഡാണ് ഉപയോഗിച്ചത് ഓക്സിലറി വെർബായിട്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുകൾ നിങ്ങൾ ഹാസ്, ഹാവ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഐ ഹാവ് റിട്ടൺ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹാവിൻ്റെ അർത്ഥം ഉണ്ടെന്നാണ്. ഷീ ഹാസ് സ്റ്റഡീഡ് ഹെർ ലെസൺസ് എന്ന് അവൾ അവളുടെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവൾ കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉപയോഗം ഇത്രയേ ഉള്ളൂ. early in the
പാസ്റ്റ്, അതായത് അതിവിദൂരമായ വളരെ മുമ്പുള്ള ഒരു പാസ്റ്റ് നടന്ന ക്രിയ ചെയ്തിട്ട് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റും നമ്മൾ വർത്തമാനകാലത്തിൽ അനുഭവിക്കുന്നില്ല. ഇപ്പം ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഗുരുവായൂരിൽ പോയിരുന്നു. ആ പോയതിൻ്റെ കാഴ്ചകളോ ഗുരുവായൂരെത്തിയതിൻ്റെ ഒരു ചിത്രങ്ങളോ എൻ്റെ മനസ്സിലില്ലേ. വളരെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോയ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ, പോയതിന് ചോദിച്ചാൽ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേങ്കിലും ഗുരുവായൂർ പോയതോ അവിടെ ഒരു ക്ഷേത്രം കണ്ടതോ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ഇതും എൻ്റെ മനസ്സിലില്ലെങ്കിൽ ഞാൻ പറയാൻ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റാണ്. ഐ ഹാഡ് വിസിറ്റഡ് ഗുരുവായൂർ. അതുപോലെ ഞാൻ വളരെ ചെറുപ്പത്തിൽ താജ്മഹൽ കണ്ടിട്ടുണ്ട്. കണ്ടതായിട്ട് ഒരു ഓർമ്മ എൻ്റെ മനസ്സിലില്ല, പക്ഷെ കണ്ടിട്ടുള്ളത് സത്യമാണ്. അപ്പോൾ എന്താണ് ഐ ഹാഡ് വിസിറ്റഡ് താജ്മഹൽ. ഞാൻ വളരെ ചെറുപ്പത്തിൽ എന്താണ് ഒരു കഥാബുക്ക് വായിച്ചിരുന്നു, ഒരു കഥ വായിച്ചിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ കഥയോ ഒരു ഒന്നും എൻ്റെ മനസ്സിലില്ല, പക്ഷെ വായിച്ചിരുന്നത് സത്യമാണ്. അപ്പോൾ എന്താ പറയുക, ഐ ഹാഡ് റെഡ് എ ഷോർട്ട് സ്റ്റോറി. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പൊതുവിലുള്ള ഒരു ഉപയോഗം. അതായത് അതായത് വളരെ ഭൂതകാലത്ത് നടന്ന ക്രിയ, അതിൻ്റെ ഒരു എഫക്റ്റും നമുക്കില്ല എങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകൾ എന്ന് പറയുന്നത്. ഭൂതകാലത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മളിപ്പോൾ വർത്തമാനകാലത്തിൽ ഒരു തരത്തിലും നമ്മളെ സ്വാധീനിക്കുന്നില്ല, നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് അപ്പോൾ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ സഹായിച്ചതായിട്ട് പറഞ്ഞാൽ കുറേ സഹായിച്ചത് ഞാൻ മറ്റുള്ളവർ പറഞ്ഞിട്ടറിയാം. അതുപോലെ ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിന്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് അവനിൽ നിന്ന് എനിക്കൊരു കിട്ടുന്നില്ല. ഈ സമയത്ത് അത്തരത്തിലുള്ള ഒരു റിയാക്റ്റും എനിക്ക് കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട യൂസേജ് പറയുന്നത്, രണ്ട് ഭൂതകാലത്തിൽ സംഭവം നടന്നു, രണ്ടെണ്ണം നടന്നു. ഇപ്പോൾ രണ്ടെണ്ണം നടക്കുമ്പോൾ രണ്ട് ഭൂതകാല ക്രിയകൾക്കിടയിൽ ഏതാണ് ആക്ഷൻ ഫസ്റ്റ് നടന്നതിൽ ആദ്യം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത്, അത്തരം ആക്ഷനുകൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. രണ്ടാമത് തുടർന്ന അല്ലെങ്കിൽ രണ്ടാമത് കംപ്ലീറ്റ് ചെയ്ത ആക്ഷന് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രയോഗമുണ്ട്. രണ്ടാമത്തെ യൂസേജ് അതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം എത്തി, പക്ഷെ അതിനു മുമ്പേ നിങ്ങളെ ബന്ധുക്കൾ അവിടെ വന്നിരുന്നു, അവർ വന്ന് പോയി. നിങ്ങളെത്തി, അതിന് മുമ്പിലാണ് അവർ പോയത്. രണ്ട് പാസ്റ്റ് നടന്ന കാര്യം ഇന്നലെ വൈകുന്നേരം നടന്നത്. അപ്പോൾ അത് പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് തരത്തിൽ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും വെച്ചിട്ട് പറയുകയാണ്. ഞാൻ വീട്ടിലെത്തും മുമ്പേ എൻ്റെ കുടുംബക്കാർ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളവിടെ എത്തിയതും കഴിഞ്ഞ് അവർ പോയതും കഴിഞ്ഞ്, രണ്ടും ഇന്നലെ വൈകുന്നേരം നടന്നു. നിങ്ങൾ പറയുന്നത് ഇന്നാണ്, അതായത് ഇന്നതിന് ശേഷം ഇന്നലെ എന്ന് പറയുന്നത് പാസ്റ്റാണ്. ഇപ്പോൾ രണ്ട് കാര്യം നടന്നിട്ടുണ്ട്. അതിഥികൾ വന്നിട്ട് പോയത് കുടുംബക്കാർ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിടെ എത്തി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ എത്തും മുമ്പേ എൻ്റെ കുടുംബക്കാർ പോയിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ റീച്ച്ഡ് മൈ ഹൗസ് മൈ റിലേറ്റീവ്സ് ഹാഡ് ഗോൺ. പാസ്റ്റ്. ഇന്നലെ രാത്രിയത്തെ മറ്റൊരു കാര്യം പറയാം. ഞാൻ ഉറങ്ങിയത് 11 മണിക്കാണ് ഉറങ്ങാൻ തുടങ്ങിയത്. അതിനു മുമ്പേ മഴ തോർന്നിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ സ്റ്റാർട്ടഡ് മൈ സ്ലീപ്പിംഗ്. ഞാൻ എൻ്റെ ഇവിടെ ആക്ഷൻ ക്രിയ എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്, തുടങ്ങി. ബിഫോർ ഐ സ്റ്റാർട്ടഡ് മൈ സ്ലീപ്പ്, ഞാൻ എൻ്റെ ഉറക്ക് തുടങ്ങി. അതിനു മുമ്പേ മഴ തോർന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് സ്റ്റോപ്പ്ഡ് ദ റെയിനിങ്. മറ്റൊരു ഉദാഹരണം പറയും. ഇന്ന് രാവിലത്തെ കാര്യം ഞാനിത് വൈകുന്നേരം പറയുകയാണ്. ഇന്ന് രാവിലെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ഭൂതകാലമാണ്, കഴിഞ്ഞ കാലമാണ്. ഇന്ന് രാവിലത്തെ ഒരു കാര്യം പറയാം. ഞാൻ ഉണർന്നത് കഴിഞ്ഞ കാലമാണ്. ഇന്ന് രാവിലെ എൻ്റെ അമ്മ ഉണർന്നത്, പക്ഷെ ഞാൻ ഉണരും മുമ്പേ എൻ്റെ അമ്മ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാണ്, ബിഫോർ ഐ വോക്ക് അപ്പ് മൈ മദർ ഹാഡ് ഓൾറെഡി വോക്കൺ അപ്പ്. ഞാൻ ഉണരും മുമ്പേ സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ വോക്ക് അപ്പ് ദ സൺ ഹാഡ് ഓൾറെഡി റൈസൺ. റൈസൺ. അതുപോലെ ഒരു കുട്ടി പറയുകയാണ്, കഴിഞ്ഞ ദിവസം എക്സാമിന് സ്കൂളിൽ ക്ലാസ്സിലെത്തും മുമ്പേ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ സ്കൂളിലെ കാര്യമാണ്, അല്ലാണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷ ഒന്നുമല്ല. അപ്പോൾ 10 മണിക്ക് കുട്ടി ഒരു 10:05 അപ്പോൾ പരീക്ഷ തുടങ്ങിയത് 10 മണിക്ക്. ഇന്നലെ നടന്നൊരു കാര്യമാണ്. അപ്പോൾ കുട്ടി പറയുകയാണ്, ഓർമ്മിച്ച് പറയുകയാണ്, ബിഫോർ ഐ റീച്ച്ഡ് മൈ ക്ലാസ് റൂം ദ എക്സാം ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തും മുമ്പേ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ റീച്ച്ഡ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കല്യാണത്തിനെത്തും മുമ്പേ എൻ്റെ സുഹൃത്തുക്കൾ കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ റീച്ച്ഡ് അറ്റ് മാരേജ് ഫംഗ്ഷൻ മൈ ഫ്രണ്ട്സ് ഹാഡ് ഓൾറെഡി റീച്ച്ഡ് ദർ. ഇത്തരം
ക്രിയകളെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഭൂതകാലത്തിലെ 2 കാര്യം സംഭവിച്ചു 2 ആക്ഷൻ നടക്കുമ്പോൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയ ആക്ഷനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുകയും രണ്ടാമത് കംപ്ലീറ്റ് ചെയ്ത ആക്ഷനെ സിമ്പിൾ പാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ രണ്ടാമത്തെ യൂസേജ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കുന്നത് അതിവിദൂരമായ ഭൂതകാലത്തിൽ നടന്ന് കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ കാണിക്കാൻ പാസ്റ്റ്. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഇന്നില്ല, സംഭവിച്ചുകൊണ്ട്, പക്ഷെ എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു അതിൻ്റെ ഒരു എഫക്റ്റ് ഓർമ്മകളുണ്ട്. അതാണ് പാസ്റ്റ് പെർഫെക്ഷൻ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോംസ് റൈറ്റ് ഇൻഫർമേഷൻ ഓർമ്മിക്കുക. അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണോ അത് തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പക്ഷേ എന്താണ് ഇവിടെ ഹാസ് ഹാവിന് വരെ ഹാഡ് ഉപയോഗിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുമ്പോൾ വർത്തമാനകാലത്തിൽ ഏത് കാര്യമാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വരും. എന്താണ് ധാരണ? ആ പ്രവൃത്തി എപ്പോൾ അല്ലെങ്കിൽ എത്ര നേരമായി എന്ന് വ്യക്തമാക്കുമ്പോഴാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താവുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നത്. മഴ നോക്കിക്കൊണ്ട് ഒരാൾ പറയുകയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മഴ പെയ്യുന്നുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഈ മഴ നോക്കിക്കൊണ്ട് മറ്റൊരു വ്യക്തി പറയുകയാണ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 3 o'clock. പറയുന്നത് 3:30 സമയത്താണ്. 2 വ്യക്തികൾ ഒരു മഴ നോക്കി പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ പറയുകയാണ് ഇറ്റ് ഈസ് റെയിനിങ്, മറ്റൊരാൾ പറയുകയാണ് അതേ മഴ നോക്കിയിട്ട് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 3 o'clock. പറയുന്ന സമയം ഈ മഴ നടക്കുന്നത് 3:30 സമയത്താണ് വൈകുന്നത്. അപ്പോൾ എന്താണ്, ഒരാൾ കൃത്യമായിട്ട് അതിൻ്റെ കാലനിർണ്ണയം നടത്തണം, ക്രിയ എപ്പോൾ തുടങ്ങി അല്ലെങ്കിൽ എത്ര നേരമായി. ആ മഴ തന്നെ നോക്കി മറ്റൊരാൾ പറയുകയാണ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ ലാസ്റ്റ് 30 minutes. 3:30 മഴ നോക്കി 3 വ്യക്തികൾ പറഞ്ഞ കാര്യമാണ്. ഒരാൾ പറഞ്ഞു ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിയാണ്. മറ്റൊരാൾ പറഞ്ഞു ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 3 o'clock. മറ്റൊരാൾ പറഞ്ഞു ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ ലാസ്റ്റ് 30 minutes. 3 ആൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ രണ്ടാൾ പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടീഷനാണ്. എന്താണ്, അയാൾക്കറിയാം, ആ പറഞ്ഞിരിക്കുന്ന 2 പേർക്കറിയാം ഈ ക്രിയ, ഈ മഴയെന്ന് പറയുന്ന ആ പ്രവൃത്തി എത്ര നേരമായി എപ്പോൾ തുടങ്ങിയെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രസൻറ്റിൽ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോൾ തുടങ്ങിയെന്ന് കൃത്യമായ കാലനിർണ്ണയം ചെയ്യുമ്പോഴാണ് അത് എന്താകുന്നത്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നത്. ഇവിടെ ഭൂതകാലത്തിൽ കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കൃത്യമായ ഒരു കാലഘട്ടത്തിൽ അവസാനിക്കും. എപ്പോൾ തുടങ്ങി എത്ര നേരമായി എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പകരം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. കൃത്യമായ കാലനിർണ്ണയം വരും എപ്പോൾ എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് വരെ എന്ത് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം TV കണ്ടുകൊണ്ടിരുന്നു. കാലനിർണ്ണയമില്ല അവിടെ. ഇന്നലെ വൈകുന്നേരം നടന്നത് കുറച്ച് നേരം തുടങ്ങി, ഒരു കണ്ടിന്യൂസ് ഒന്നും അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഞാൻ കണ്ട കാര്യമാണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്താണ്, ഐ വാസ് വാച്ചിങ് TV യെസ്റ്റർഡേ ഇൻ ദ ഈവനിങ്. ഞാൻ അതിനെ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പറയാൻ എനിക്ക് കാലം അറിയാം. ഞാൻ 4:30 മുതൽ 5 മണി വരെ TV കണ്ടുകൊണ്ടിരുന്നു. കൃത്യമായ കാലനിർണ്ണയം പറയുകയാണ്. അപ്പോൾ എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് പറയാൻ ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാനത് പറയുകയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ I had been watching TV since 4:30 to 5 o'clock in the evening. എന്താണ്, 4:30 തുടങ്ങി 5 മണി വരെ കണ്ടിരുന്നു. കാലനിർണ്ണയം അവിടെ നടന്നു. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ ഒന്നുമില്ല, കാലനിർണ്ണയമില്ല, വൈകുന്നേരം കണ്ടുകൊണ്ടിരുന്നു. കാലം നിർണ്ണയിക്കില്ല, ക്രിയ എന്താണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ TV കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ക്രിയയെ കൃത്യമായി കാലം നിർണ്ണയിക്കുമ്പോൾ എന്താണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറുകയാണ്, അല്ലെങ്കിൽ വെറും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. മറ്റൊരു കാര്യമാണ്, ഇന്നലെ രാവിലെ 10 മണി മുതൽ 11 മണി വരെ മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. 10 മണിക്ക് തുടങ്ങി തുടർച്ചയായി 15 മണി വരെ മഴ പെയ്തുകൊണ്ടിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുക, ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ടുഡേ യെസ്റ്റർഡേ ഇൻ ദ മോർണിംഗ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് പറയാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയാൻ എന്താ കാരണം, ഈ മഴ പെയ്ത സമയത്തിന് എത്ര നേരം പെയ്തു എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ ആൾ പറയുമ്പോൾ അതെന്തായി, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് 10 o'clock to 11 o'clock. അതിനെന്ത് ചെയ്യാണ്, അതിൻ്റെ ഡ്യൂറേഷൻ പറയാണ്, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ 1 hour ഇൻ ദ മോർണിംഗ് യെസ്റ്റർഡേ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 9 മണിക്ക് ബസ് കയറി ഒരു 11 മണി വരെ വൈകുന്നേരം വരെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായൊരു കാലനിർണ്ണയം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഐ ഹാഡ് ബീൻ ട്രാവലിംഗ് ബൈ ബസ് സിൻസ് 10 o'clock to 11:30. പാസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഈ സമയത്ത്.
ഐ വാസ് ട്രാവലിംഗ് ബൈ ബസ് യെസ്റ്റർഡേ ഇൻ ദി സെയിം ടൈം. എത്ര നേരം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി ചെയ്തില്ല. മറ്റേതെന്താണ് കൃത്യമായിട്ട് കാലത്തെ പറയുകയാണ്, ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര നേരമായി. അപ്പോൾ ആ പാസ്റ്റിൽ 10 മണി മുതൽ 11 വരെ എന്നുള്ള സമയത്തിനെ അവിടെ പോയിന്റ് ഓഫ് ടൈമിൽ സിൻസ് വെച്ച് പറഞ്ഞു. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ വെച്ച് പറയാം. ഐ ഹാഡ് ബീൻ ട്രാവലിംഗ് ബൈ ബസ് ഫോർ 1.5 hours. 1.5 മണിക്കൂറാണ് 10 മണി മുതൽ 11 വരെയുള്ള സമയം. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസിനെ അത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയ, പാസ്റ്റ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയി നടന്ന ക്രിയ എന്താണ് കൃത്യമായിട്ട് ആ ക്രിയയുടെ കാലനിർണ്ണയം നടത്തുമ്പോൾ ഫോർവേഡ് സിൻസ് വെച്ചിട്ട്, സിൻസ് പോയിന്റ് ഓഫ് ടൈം ആയിരിക്കും, ഫോർവേഡ് ഡ്യൂറേഷൻ ഓഫ് ടൈം ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, ആ ക്രിയയുടെ കാലത്തെ നിർണ്ണയിച്ച് പറയുന്നതുകൊണ്ട് വ്യക്തമാക്കി പറയുമ്പോഴാണ് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് പോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്.